നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും CCTV ഘടിപ്പിച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് അവിടെ മറ്റേതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിലോ മോഷണത്തിനോ മറ്റോ കള്ളന്മാർ വരുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ അന്വേഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് കടകളിലും മാളുകളിലും മാത്രമല്ല വീടുകളിലും CCTV ചുറ്റും ഘടിപ്പിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു വീട്ടുകാർ CCTV ദൃശ്യം പരിശോധിച്ചപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. ലക്നൌവിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. വിതരണം ചെയ്യാനുള്ള പാലിൽ തുപ്പിയതിന് പാൽ വിതരണക്കാരൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. സംഭവം വീട്ടിലെ CCTV ക്യാമറയിലൂടെ കണ്ട ഉപഭോക്താവ് പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലക്നൌവിൽ ഇന്നലെയാണ് സംഭവം നടന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഗോമതി നഗർ നിവാസിയായ ലവ് ശുക്ല എന്ന യുവാവാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. തന്റെ വീട്ടിൽ പാൽ തരുന്നതിന് മുൻപ് പാൽ വിതരണക്കാരനായ പപ്പു എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഷരീഫ് അതിൽ തുപ്പുന്നത് CCTVയിലൂടെ കണ്ടുവെന്നാണ് യുവാവ് പരാതിയിൽ പറയുന്നത്. ഷരീഫിനെ അറസ്റ്റ് ചെയ്തുവെന്നും വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും ഗോമതി നഗർ പോലീസ് അറിയിച്ചു. ഭക്ഷ്യവസ്തുക്കളിൽ തുപ്പുന്നതിന്റെയും മൂത്രമൊഴിക്കുന്നതിന്റെയും പരാതികൾ വ്യാപകമായതോടെ UP സർക്കാർ ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിരുന്നു. സഹരാൻപൂരിലെ ഒരു ഭക്ഷ്യശാലയിലെ റൊട്ടി തയ്യാറാക്കുന്നതിനിടെ ഒരു യുവാവ് അതിൽ തുപ്പുന്നതിന്റെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ഭക്ഷ്യശാലയുടെ ഉടമ അറസ്റ്റിലായിരുന്നു. ഗാസിയാബാദിൽ ജ്യൂസിൽ മൂത്രമൊഴിച്ച് വിതരണം ചെയ്തതിനും ഒരു യുവാവ് അറസ്റ്റിലായിരുന്നു. ജ്യൂസിൽ തുപ്പിയതിനു ശേഷം വിൽപ്പന നടത്തിയ 2 യുവാക്കൾ നോയിഡയിലും പിടിയിലായിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നറിയിപ്പ് നൽകി. എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും CCTV ക്യാമറകൾ നിർബന്ധമാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചിലയിടങ്ങളിലെങ്കിലും CCTV ക്യാമറകൾ വീട്ടുകാരും അതുപോലെ തന്നെ കടയുടമകളൊക്കെ തന്നെ ഘടിപ്പിച്ചത്. അതിൽ നിന്ന് ഒരു വീട്ടുടമസ്ഥനാണ് ഇപ്പോൾ ഈ കാഴ്ച കണ്ടത്. കുറെ കാലങ്ങളായിട്ട് തങ്ങൾക്ക് നിരന്തരം പാൽ നൽകുന്നത് ഈ വ്യക്തിയാണ്. ഈ വ്യക്തി ഒരു ദിവസമാണ് CCTV പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ അതിൽ തുപ്പിയിട്ട് വിതരണം ചെയ്യുന്നത് കണ്ടത്. ഇനി ഇയാൾ ഇത്തരത്തിൽ ചെയ്തതിന് പിന്നിലെ ലക്ഷ്യം എന്താണെന്നാണ് അന്വേഷിക്കാനുള്ളത്. അതിനായിട്ട് CCTV ദൃശ്യങ്ങളടക്കം പോലീസിൽ നൽകിയിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമായിരിക്കും എന്താണ് ഇത്തരത്തിൽ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചതിന് പിന്നിലുള്ള കാരണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വരികയുള്ളൂ.